വളരെ പ്രധാനമായിട്ടുള്ളൊരു തീരുമാനം ഇന്ന് പാർട്ടി ഐക്യകണ്ഠേന 14 ജില്ലാ പ്രസിഡന്റുമാരും സ്റ്റേറ്റ് കമ്മിറ്റിയും ഉൾപ്പെടെ കൃത്യമായ തീരുമാനം ഇന്ന് എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ 1.25 വർഷമായി ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്റ്റേറ്റ് കൺവീനർ എന്ന നിലക്ക് നമ്മുടെ സ്റ്റേറ്റിൽ എല്ലാ ജില്ലകളിലും കമ്മിറ്റി ഉണ്ടാക്കി, നിയോജകമണ്ഡല തലം വരെ കമ്മിറ്റിയായി, പഞ്ചായത്ത് തലത്തിൽ കമ്മിറ്റികളായി നന്നായിട്ട് പ്രവർത്തിച്ചു വന്നതാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ഒരു ദേശീയ അഖിലേന്ത്യാ പാർട്ടിയുടെ ഓൾ ഇന്ത്യ തൃണമൂലിന്റെ ഒരു സ്വാഭാവികമായി കിട്ടേണ്ട പിന്തുണ ഒരു ഘട്ടത്തിലും അവരുടെ ഭാഗത്തുനിന്ന് നൽകപ്പെട്ടിട്ടില്ല. ഒന്ന്, TMC-യുമായി ITC-യുമായി ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ ഒന്നാം ഘട്ടത്തിൽ അവർ നൽകിയിരുന്ന പ്രധാനമായിട്ടുള്ള ഉറപ്പുകൾ, കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും നമ്മൾ ഇറങ്ങി വന്ന സാഹചര്യം, ഇടതുപക്ഷത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാഹചര്യം കൃത്യമായി വിശദീകരിക്കുകയും ആന്റി പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ UDF-ന്റെ കൂടെ പിന്തുണ അനിവാര്യമാണ് എന്ന് ലീഡർഷിപ്പിനെ അറിയിക്കുകയും ആ ഒരു ഘട്ടത്തിൽ AITC ഞങ്ങൾക്ക് തന്ന ഉറപ്പ്, ഇന്ത്യയിൽ തന്നെ ഇപ്പോ ദേശീയ മുന്നണി, ഇന്ത്യ മുന്നണി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബംഗാളിൽ ഉൾപ്പെടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസുമായിട്ടുള്ള ധാരണകൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ കോൺഗ്രസുമായി അലൈൻ ചെയ്തു പോകുന്നതിൽ ഒരു പ്രയാസം ഇല്ല എന്നതായിരുന്നു അന്നത്തെ അവരുടെ നിലപാട്. പക്ഷെ കാര്യങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ആ നിലപാടിൽ നിന്ന് അവർ പിന്മാറുന്നതായിട്ടും കോൺഗ്രസുമായി ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തെയും പിന്തുണക്കാൻ അവരുടെ രാഷ്ട്രീയം ബംഗാളിൽ അവർക്ക് പ്രയാസമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും അവസാനമായി ബേപ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് സ്ഥാനാർത്ഥിയായി ഞാൻ ഉള്ളപ്പോൾ പോലും ദേശീയ തലത്തിൽ നിന്നൊരു നേതാവിനെയെങ്കിലും അയച്ചു തരണമെന്ന് പറഞ്ഞതിനും ഒരു കാരണവശാലും കോൺഗ്രസുമായി വേദി പങ്കിടുന്ന ഒരു നിലപാട് അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. തൃണമൂലിന്റെയും കോൺഗ്രസിന്റെയും ലീഡർഷിപ്പും കൊടികളും ഒരേ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ അത് ബംഗാളിലെ അവരുടെ രാഷ്ട്രീയത്തിന്, അവർ ഉയർത്തുന്ന ആന്റി കോൺഗ്രസ്, ആന്റി കമ്മ്യൂണിസ്റ്റ്, ആന്റി BJP രാഷ്ട്രീയത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതാണ് അവസാനമായി അവർ പറഞ്ഞത്. ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിട്ട് സ്വാഭാവികമായിട്ടും കേരളത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഇന്നത്തെ വിഷയങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്തുണക്കാതെ ആരെ പിന്തുണക്കുമെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടിയാലോചനകൾ നടത്തുകയും ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റി വളരെ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേശീയ നേതൃത്വവുമായുള്ള ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ ഇന്ന് പ്രമേയം വഴി ഞങ്ങൾ തീരുമാനിച്ചത് പത്രമാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കുകയാണ്. ഇനി ഒരു ബന്ധവും ITC-യുമായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിന്റെ താൽപര്യങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പൊളിറ്റിക്കൽ സംഘടനയായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് പാർട്ടിയായി മാറുക എന്നതാണ് ഇന്നത്തെ മീറ്റിംഗിന്റെ പ്രമേയത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാതൽ. അതൊരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സാണ്. അതുകൊണ്ട് ഇന്ന് തൊട്ട് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ എല്ലാ ജില്ലകളിലെയും ജില്ലാ കമ്മിറ്റികളെ വിളിച്ചു ചേർത്ത് പുതിയ പാർട്ടിയുടെ പേരും നയരേഖയും ഒക്കെ ചർച്ചകൾ നടത്തി മെയ് 15-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനമായി സംസ്ഥാനത്തിന് പരമാവധി പരിഗണന നൽകുന്ന UDF-നോട് ഒപ്പം നിന്നുകൊണ്ട് ഈ പിണറായിസത്തെയും ഫാസിസത്തെയും എതിർക്കുന്ന, ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു പുതിയ പാർട്ടിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ വിവരം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കുകയാണ്. ഇത്രയും കാലം ഞങ്ങൾക്ക് പിന്തുണ നൽകിയ ജനങ്ങൾ, ഇവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകർ, ബഹുമാന്യരായ പത്രമാധ്യമ പ്രവർത്തകർ, എല്ലാവർക്കും ഈ അവസരത്തിൽ ഇത്രയും കാലം നിങ്ങൾ നൽകിയ സപ്പോർട്ടിനും നിങ്ങൾ നൽകിയ സഹായങ്ങൾക്കും നന്ദി അറിയിക്കുക കൂടി ചെയ്യാണ്.
UDF-മായി കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. കാരണം UDF-മായി ചേരാൻ കോൺഗ്രസ് ഇല്ലാത്തൊരു UDF ഇല്ലല്ലോ. കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ UDF-മായി പ്രവർത്തിക്കാൻ കഴിയില്ല. ആ ഒരു മതിലുണ്ടാക്കുന്ന പ്രതിസന്ധി അത് പരിഹരിക്കപ്പെടണം. ആ നിലക്ക് തന്നെയാണ് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചത്. അതായത് ഇനി മുന്നോട്ട് ഈ ഒരു സഹകരണം പറ്റില്ല, അതായത് കോൺഗ്രസ് സഹകരണം പറ്റില്ല എന്നുള്ളത് TMC ദേശീയ നേതൃത്വം അതെ അതെ തീർച്ചയായിട്ടും അത് തന്നെയാണ് അവരുടെ നയം. കോൺഗ്രസുമായിട്ടുള്ള ഒരു യോജിപ്പും ഒരു UDF-ന് നമുക്ക് ചിഹ്നം ബേപ്പൂരിൽ തരാതിരുന്നതിന് കാരണം അതാണ്. നമ്മൾ ചിഹ്നം ആവശ്യപ്പെട്ടതാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ചിഹ്നം നൽകാൻ കഴിയില്ല എന്ന് അവർ അറിയിച്ചാണ്. തീർച്ചയായിട്ടും അതെ അതെ കോൺഗ്രസുമായി അവർക്ക് സ്റ്റേജ് പങ്കിടാൻ കഴിയില്ല. അത് അവർ ബംഗാളിലെ ഇലക്ഷനെ ബാധിക്കുമെന്നായിരുന്നു അവർ പറഞ്ഞത്. ഓ UDF ലീഡർഷിപ്പിൽ കൺവേ ചെയ്തിട്ടുണ്ട്. ഇല്ലല്ല നമ്മൾ UDF-മായി ഒത്തുചേർന്ന് ഈ പിണറായി സത്തെയും ദേശീയ ഫാസിസത്തെയും എതിർക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകാമെന്നല്ല. രണ്ടാമത്തെ ഒരു പ്രധാന വിഷയം ഇപ്പോൾ കോഴിക്കോട് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കപ്പെടുമെന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തുടക്കം മുതലേ ഇത് പറഞ്ഞു വന്നതാണ്. ഇപ്പോ കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ JDT ഇസ്ലാം ഹൈസ്കൂളിലാണ് 13 ജില്ലയിലെ 8 നിയോജക മണ്ഡലങ്ങളുടെയും പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ അവിടെ പോളിംഗ് സൂക്ഷിച്ച റൂം തുറന്നു എന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. DCC പ്രസിഡന്റ് അടക്കം മത്സരിച്ച 3-4 സ്ഥാനാർത്ഥികൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണത്. ഇതുവരെ കൃത്യമായ കണക്ക് ഇലക്ഷൻ കമ്മീഷന് ഒരാൾക്കും നൽകിയിട്ടില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, കേരളത്തിന്റെ വോട്ടെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഇലക്ട്രോണിക്സ് മെഷീനിലേക്ക് മാറിയതിന് ശേഷമുള്ള ചരിത്രം പരിശോധിച്ചാലും ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അപ്പോൾ ജനാധിപത്യത്തെ, ജനഹിതത്തെ അട്ടിമറിക്കാൻ പിണറായിയും കേന്ദ്ര ഗവൺമെന്റും ഒരുമിച്ച് നീങ്ങുന്നു എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ട് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ ഫൈനൽ പോളിംഗ് പെർസെന്റേജ് പോലും പുറത്തുവിടാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവാത്ത ഘട്ടത്തിൽ പോലും ഒരിക്കൽ പോലും മുഖ്യമന്ത്രിയോ പാർട്ടിയുടെ സെക്രട്ടറിയോ അതിനെതിരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. വളരെ സ്മൂത്തായി ഇലക്ഷൻ നടന്നു എന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനോടൊപ്പമാണ് പിണറായിയും സംഘവും ഇവിടെ നിൽക്കുന്നത്. ഇതൊക്കെ അങ്ങേയറ്റത്ത് ദുരൂഹമായ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ്. ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കറിയാം 100 സീറ്റിൽ കുറയാത്ത ഒരു ജനവിധി കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. സത്യസന്ധരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച സഖാക്കളിൽ വലിയൊരു വിഭാഗം ഈ പിണറായി സത്തിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അനുഭവസ്ഥരാണ്. ഇത്രയൊക്കെ അത്രയും UDF-ന് അനുകൂലമായ രാഷ്ട്രീയ പോളിംഗ് നടന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ അട്ടിമറിക്കാൻ, അതിനെ തങ്ങളുടെ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹാക്കിംഗ് വഴിയോ മെഷീനുകൾ മാറ്റുന്നത് വഴിയോ അല്ലെങ്കിൽ മെഷീനുകളിൽ കൃത്രിമം നടത്തിയോ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ അവസാനത്തെ തെളിവാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും, മെഷീൻ സൂക്ഷിച്ച കേന്ദ്രങ്ങളിലും UDF പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും വളരെ ഗൗരവത്തോടുള്ള ശ്രദ്ധയുണ്ടാകണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ബന്ധമിടുമ്പോഴേ ഒരു ചതി നടന്നു എന്ന് കരുതുന്നുണ്ട്. കാരണം ആദ്യം പറഞ്ഞൊരു നിലപാടിൽ നിന്ന് അവർ പിന്നോട്ട് പോവുകയായിരുന്നു. കാരണം വലിയൊരു പ്രതീക്ഷയോടുകൂടിയിട്ടാണ് കോൺഗ്രസിന്റെ ഭാഗമാകുന്നത്. PV തൃണമൂൽ കോൺഗ്രസിന്റെ ആകുന്നു. അത് ഒരു കൊല്ലം പോലും നീണ്ടത് അതില് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്കാണ്. നമുക്കറിയാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റും ഇലക്ഷൻ കമ്മീഷനുമായുള്ള ഏറ്റുമുട്ടലുകളും പോരാട്ടങ്ങളും ഒരു ഭാഗത്ത് അവിടെ നടക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ പറയുന്നത് പോലെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളെയും ഇൻക്ലൂഡിംഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഉൾപ്പെടെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ അവിടെ നടത്തേണ്ടിയിരുന്നത്. അത്തരത്തിലുള്ള ഒരു ഐക്യപ്പെടലിന് പോലും
അവർക്ക് സാധിക്കുന്നില്ല. അവിടെയും ഒരു കോൺഗ്രസ് വിരുദ്ധത മാത്രം പ്രകടിപ്പിക്കുന്ന ആ മനോഭാവത്തിൽ നിന്ന് അവർ കരകയറുന്നില്ല. അതിന്റെ ഒരു ദുരന്തമാണ് സത്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ലാതെ എന്ത് ഇന്ത്യൻ രാഷ്ട്രീയമാണ്, എന്ത് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആണ്? ഇത് രണ്ടുമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ഉയർത്തിയ നമ്മുടെ ഏറ്റവും വലിയ വിഷയം, ഈ ഒരു പാർട്ടി ഉണ്ടാകാനും ഞാൻ ഇങ്ങനെ വന്നിരിക്കാനും ഉണ്ടായ കാരണം തന്നെ പിണറായിസും വരുമാനിസവുമാണ്. അതിനെതിരെയുള്ള പോരാട്ടമാണ് ഈ നടത്തി വന്നത്. കഴിഞ്ഞ 15-16 മാസമായി കേരളത്തിന്റെ മുക്കിലും മൂലയിലും ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നത് ഈ പിണറായിയുടെ കുടുംബാധിപത്യവും സ്വേച്ഛാധിപത്യവും പണാധിപത്യം, ഇവിടെ നടന്ന അഴിമതിയും മാത്രം തന്നെയാണ്. അത് തന്നെയാണ് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിഷയം. നിങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടല്ലോ, എവിടെയാണ് ഭരണവിരുദ്ധ വികാരം കാണുന്നില്ല. ഭരണവിരുദ്ധ വികാരത്തിൽ അപ്പുറമുണ്ടായ വികാരം പിണറായി വിരുദ്ധ വികാരമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഈ ഒരു രീതിയിൽ UDF-ന് അനുകൂലമാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പൊ ആ പോരാട്ടം നമുക്ക് തുടരണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയം പറയാനുള്ള ഫ്രീ പ്ലാറ്റ്ഫോം വേണം. അവിടെ കോൺഗ്രസിന്റെ സഹായവും സപ്പോർട്ടും വേണം, UDF-ന്റെ സഹായവും സപ്പോർട്ടും വേണം. ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ രാഷ്ട്രീയം കൊണ്ടുപോകാൻ സാധിക്കില്ല. അത് അവരുടെ നിവൃത്തികേടാണ്. നമ്മൾക്ക് ആ നിലപാടിനോടൊപ്പം നിൽക്കാൻ സാധിക്കില്ല. അല്ല, അതൊരിക്കലും ശരിവെക്കാൻ കഴിയില്ലല്ലോ. ആ പ്രദേശത്തേക്ക് ആ കോമ്പൗണ്ടാണ് ഇന്ന റൂം എന്നുള്ളത്. ആ കോമ്പൗണ്ട് തന്നെ ഈ പറയുന്നത് സീൽഡാണ്. അവിടെ ഒന്നാം ഘട്ടത്തിൽ നിൽക്കുന്ന കേന്ദ്ര സേനകളാണ്, അതിന് ഇപ്പുറത്ത് നിൽക്കുന്ന സ്റ്റേറ്റ് പോലീസാണ്, അതിന്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് ഈ പറയുന്ന സ്ഥാനാർത്ഥികളുടെ കാവൽക്കാരാണ്. അപ്പൊ ആ കോമ്പൗണ്ടിന്റെ അകത്ത് ഡയറി മറന്നു വെച്ച് എടുക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ഇത്ര ലാഘവ ബുദ്ധിയോട് കൂടിയിട്ട് ഉള്ള വെള്ളരിക്ക പട്ടണമാണോ ഇത്? അപ്പൊ അതിലൊന്നും ഒരു അടിസ്ഥാനമില്ല. അത് അന്വേഷിക്കുക തന്നെ വേണം, അതിന്റെ സത്യം കണ്ടെത്തണം, ശക്തമായ നടപടി അതിന്റെ മുകളിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ അത് കോടതിയെ സമീപിക്കേണ്ട വിഷയമാണെങ്കിൽ UDF ലീഡർഷിപ്പ് അത് ആലോചിച്ച് അടിയന്തരമായിട്ടുള്ള നിലപാട് അതിന്റെ മുകളിൽ ഉണ്ടാവും. എങ്ങനെ? ഓ ഇല്ല, ഒരു സാധ്യതയില്ല. അത്തരത്തിലുള്ള നമ്മളെ പരിപൂർണമായിട്ടും UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലക്ക് തന്നെയാണ് നമ്മൾ മത്സരിച്ചത്. നമ്മൾ തൃണമൂലിന്റെ ഒരു ഐഡന്റിറ്റിയും അവിടെ എവിടെയും നമ്മൾ പുറത്തെടുത്തിട്ടില്ല. അതൊന്നും ഒരിക്കലും തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ബാധിക്കുന്ന വിഷയമല്ല. തൃണമൂൽ കോൺഗ്രസ് അന്ന് നമ്മൾ തെരഞ്ഞെടുക്കാനുണ്ടായ പ്രധാനമായ കാരണം ഒരു ദേശീയ രാഷ്ട്രീയത്തിലെ ശക്തമായ ഇടപെടൽ ഫാസിസത്തിനെതിരെ നടത്തുന്ന ഒരു പാർട്ടി, അതിനുള്ള ഒരു പൊളിറ്റിക്കൽ പിൻബലം, എക്കാലത്തും ദേശീയ രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ ആയിട്ടുള്ള മമതാ ബാനർജി, അവരുടെ ആ കരിഷ്മയിലും അവർ പാർലമെന്റിൽ ഫാസിസത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ ഭാഗം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ ഭാഗം, ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് ഞങ്ങൾ നടത്തിയിരുന്നത്. പക്ഷെ ആ പോരാട്ടത്തിൽ അവർക്കവിടെ സ്വന്തമായി പോരാട്ടം നടത്താൻ സാധിക്കുമെങ്കിലും ആ പോരാട്ടം കേരളത്തിൽ നടത്തണമെങ്കിൽ UDF-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പിൻബലത്തോടു കൂടി മാത്രമേ നമുക്കിവിടെ നടത്താൻ സാധിക്കുള്ളൂ. അതവർ തിരിച്ചറിയുന്നില്ല. അവിടെയാണ് ഈ വിഷയം വന്നത്. എങ്ങനെ? അല്ല, ദേശീയ മുന്നണി ഉണ്ടാക്കി ഇപ്പൊ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി അവർ മത്സരിച്ചല്ലേ. ആ ഒരു ഘട്ടത്തിലാണല്ലോ, ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തത്. ആ സമയത്തിൽ അവർ കോൺഗ്രസുമായി യോജിച്ച് പോകുന്ന രാഷ്ട്രീയ ചിത്രമാണെന്നുണ്ടായിരുന്നത്. ഇപ്പൊ അടുത്ത കാലത്തല്ലേ ഈ പറ്റ ഒരു അകൽച്ച വന്നത്. അത് നമ്മുടെ അടുത്ത് അവർ സംസാരിച്ചതാണ്. ദേശീയ രാഷ്ട്രീയം ഇങ്ങനെ തന്നെയാണ് പോകുന്നത്, അതിനുള്ള പരിപൂർണ സപ്പോർട്ട് പറഞ്ഞാണ്. പിന്നെ അവിടെ ഉണ്ടായ രാഷ്ട്രീയ മാറ്റത്തിനനുസരിച്ച് നമുക്ക് സ്റ്റേറ്റിലെ രാഷ്ട്രീയം നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. ഇതെപ്പോഴും ഉണ്ടാകുന്ന ദേശീയ പാർട്ടികൾക്ക് സ്റ്റേറ്റുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ഇപ്പോഴിൽ തന്നെ അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതെ, സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു ഏകണ്ഠനെ മാറുക പറയുമ്പോൾ പഴയ DMK ആണോ അത് പുതിയൊരു പാർട്ടി, പുതിയൊന്ന് എന്നുള്ളതിലേക്കാണോ? അതാണ് പറഞ്ഞത്. അത് 15-ാം തീയതിക്കുള്ളിൽ ഞങ്ങൾ ഈ ജില്ലാ തലത്തിൽ എല്ലാ 14 ജില്ലാ പ്രസിഡന്റുമാരുണ്ടായിരുന്നു, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, 88 ആള് ചേർന്ന ഫോറമാണ് എന്ന് ഐക്യകണ്ഠേന തീരുമാനം എടുത്തിട്ടുള്ളത്. ഇനി ഫർദർ സ്റ്റെപ്സ് നമ്മൾ ജില്ലാ തലത്തിൽ നമ്മുടെ പ്രധാന പ്രവർത്തകരെയും നമ്മൾ വെൽവിഷേഴ്സുമായി കൂടിയാലോചനകൾ നടത്തി 15-ാം തീയതിക്കകം ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ ഭരണഘടന, നമ്മുടെ പാർട്ടിയുടെ ഐഡിയോളജി,
പാർട്ടിയുടെ പേര്, പാർട്ടിയുടെ നിറം, കൊടി, ഇങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ടല്ലോ. അത് ആ തലത്തിൽ, താഴെ തലത്തിലുള്ള ചർച്ചകൾ കൂടി നടത്തിയതിനു ശേഷമാണ് അതിന്റെ ഒരു തീരുമാനം ഉണ്ടായത്. UDF ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. നമുക്ക് പൊളിറ്റിക്കൽ മൂവ്മെന്റിന് ഇത് വലിയൊരു തടസ്സമാണ്. ആ തടസ്സം നീക്കിയിട്ട് നമ്മുടെ രാഷ്ട്രീയം കേരളത്തിൽ കൃത്യമായി പ്രചരിപ്പിച്ച് ഈ ഫാസിസത്തെയും ഈ പറയുന്ന പിണറായിസത്തെയും, ഇന്നത്തോടുകൂടി തെരഞ്ഞെടുപ്പോടുകൂടി പിണറായിസം അവസാനിക്കുന്നില്ലല്ലോ. രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് അനുകൂലമായി വന്ന് UDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അപ്പോഴും ഈ പിണറായിസത്തിന്റെ വക്താക്കൾ ഈ നാട്ടിലുണ്ടല്ലോ. അവരുടെ പോരാട്ടം, അവർ വരാൻ പോകുന്ന ഭാവിയിൽ നമ്മൾക്കൊക്കെ ഉണ്ടാകുന്ന ത്രട്ടുകൾ, ഇതൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അല്ല, അതുകൊണ്ട് തീരണമെങ്കിൽ അദ്ദേഹം പാർട്ടിയിൽ നിന്നും കൂടി പോകണം. അദ്ദേഹം പാർട്ടിന്റെയും കൂടി ആധിപത്യത്തിലാണല്ലോ ഇപ്പം നിൽക്കുന്നത്. അല്ല, ഒന്നും മാറ്റാത്തോണ്ടാണല്ലോ ഈ കോലത്തിൽ അവരായത്. അകത്തിലെ കാര്യങ്ങൾ പോലും അവർ തിരുത്തുന്നില്ലല്ലോ. പിന്നെ പുറത്തുള്ള അവർ തന്നെ ഇടപെട്ടിട്ട് തിരുത്താൻ സാധിക്കുമോ? അകത്തുള്ള പാർട്ടിക്ക് അകത്ത് ചർച്ച നടക്കുന്നില്ലല്ലോ. അത് സോഷ്യൽ മൂവ്മെന്റ് ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പിണറായി തോൽക്കുന്നത് ഇതിന്റെ ഭാഗം തന്നെയല്ല. അപ്പം അത് കഴിഞ്ഞാലും ആ ആധിപത്യം ഇവിടെ ഉണ്ടാവും. അല്ല, റിസൾട്ട് പറഞ്ഞാൽ നമുക്കൊക്കെ വളരെ ക്ലിയർ ആണ് റിസൾട്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ രക്ഷയില്ല. 90 തൊട്ട് 110 സീറ്റ് വരെ ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. 15 തൊട്ട് 20% വരെ CPM അനുഭാവികളും സഖാക്കളും പിണറായിസത്തിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ടുകൾ ചെയ്യും. അതൊരു വസ്തുതയാണ്. കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിൽ പിണറായിസം ആകെ ആക്ട് ചെയ്തത് ഒരു 15 തൊട്ട് 20%. ആ 20% ആക്ട് ചെയ്തപ്പോൾ തന്നെ ഉണ്ടായ റിസൾട്ട് നിങ്ങൾക്കറിയാം. ത്രിതല തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും പിണറായിസം ആക്ട് ചെയ്യാത്തതിന്റെ കാരണം അത് തീർത്തും പ്രാദേശികമാണ്, വ്യക്തിപരമാണ് തെരഞ്ഞെടുപ്പിലെ പല സ്ഥലങ്ങളിലും. പക്ഷെ പിണറായിസം അത് ജനങ്ങൾ ഒറ്റയടിക്ക് എതിർക്കാൻ പോകുന്ന, അവരുപയോഗിക്കാൻ പോകുന്ന അവരുടെ പവർ, അവരുടെ ശക്തി ഈ തെരഞ്ഞെടുപ്പ് 100% ആന്റി പിണറായിസം വർക്കൗട്ട് ആകും. ഈ പറയുന്ന 90 തൊട്ട് 110 സീറ്റ് വരെ UDF നേടുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് നമ്മളൊക്കെ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഇവിടെ ശബരിമല വിഷയം നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ BJPക്ക് സംസ്ഥാനത്ത് വോട്ട് കുറയാൻ പോവുകയാണ്. തിരുവനന്തപുരം ജില്ല മാറ്റി വെക്കുകയാണ്. അവിടെ ഒരു പ്രത്യേക രാഷ്ട്രീയമാണ്. ആ ജില്ലയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റ് 13 ജില്ലകളിലും BJPയുടെ വോട്ടിംഗ് പെർസെന്റേജ് വളരെ താഴും. ഇപ്പോ പിണറായിയും ഈ പറയുന്ന കേന്ദ്ര BJP ലീഡർഷിപ്പുമായിട്ടുണ്ടാക്കിയ ഒരു ധാരണയും ഫലിക്കാൻ പോകുന്നില്ല. കാരണം ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ അതിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കുന്നതിനോ ആ സ്വർണം കണ്ടെത്തുന്നതിനോ വേണ്ടിയിട്ടുള്ള പിണറായി വിജയന്റെ ആത്മാർത്ഥമായ പരിശ്രമമില്ലായ്മയെ BJP ലീഡർഷിപ്പ് പിന്തുണച്ചു എന്ന് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു തരത്തിൽ പിണറായിയെ താഴെ ഇറക്കുക എന്ന ഉദ്യമത്തിൽ കേരളത്തിലെ വലിയ ഒരു ശതമാനം നല്ലവരായ ഹൈന്ദവ വിശ്വാസികൾ, എക്കാലത്തും അപ്പുറത്തേക്ക് വോട്ട് ചെയ്തവർ തിരിച്ചു വോട്ട് ചെയ്യും. സഖാക്കളും ഈ ഹൈന്ദവ വിശ്വാസികളും ഒരേപോലെ ചിന്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അത് നമുക്ക് 4-ാം തീയതി വരെ അതിന് കാത്തിരിക്കുക. അതിനു മുമ്പ് ഈ പറയുന്നത് പോലെ വല്ല അട്ടിമറിയും ഹാക്കിങ്ങും നടത്തിയിട്ട് എന്തൊക്കെയാണ് ഇവർ ചെയ്തു കൂട്ടുക എന്ന് നമുക്കറിയില്ല. ജനവിധി അതാണ്. ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നത്. അട്ടിമറി നടന്നില്ലെങ്കിൽ തെളിവല്ലേ ഇപ്പോൾ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ സംഭവമല്ലല്ലോ. ആദ്യം മലപ്പുറം ജില്ലയിലെ സ്ട്രോങ് റൂം 4 ദിവസം മുമ്പ് തുറന്ന പ്രശ്നം നിങ്ങൾക്കറിയാം. പൂട്ടിവെച്ച് സീൽ ചെയ്ത ആ പ്രദേശത്തേക്ക് പ്രവേശനമില്ല. എന്തിനാ അവിടെ പോയിട്ട് ഡയറി എടുക്കാനും മറ്റേനും പോകുന്നു? അപ്പൊ എവിടെയാണ് ഇതിന്റെ ദുരൂഹമായിട്ടുള്ള എന്തോ ഒരു ദുരൂഹത നടക്കുന്നുണ്ടല്ലോ. നമ്മളെന്തിനാ അട്ടിമറിയ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ഭയപ്പെടുന്നു? അങ്ങനത്തെ ഒരു ഭയവും ഇവിടെ ഇല്ല. കാരണം നമ്മൾ ജനങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. അതിന്റെ റിസൾട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും വിശ്വാസികൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്യും. ഒരു ഡീലും അല്ല, ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഡീലാ. ഡീല് നടത്തിയ പരാജയപ്പെടുന്ന ഞാൻ പറഞ്ഞത്. അതായത് ദേശീയ നേതൃത്വവും പിണറായിയും തമ്മിൽ കേരളത്തിലുണ്ടാക്കിയ കൊടുക്കൽ വാങ്ങൽ വോട്ടിന്റെ ആ ഡീല് പൊളിയും. യഥാർത്ഥ വിശ്വാസികൾ
ഈ കള്ളക്കടത്ത് നടത്തിയവർക്കെതിരെ അതിന് കൂട്ടുനിന്നവർക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. അത് രാഷ്ട്രീയമല്ല, അവരുടെ വൈകാരികമായ പ്രകടനം ഈ തെരഞ്ഞെടുപ്പിൽ കാണും. അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയെ മാറ്റിവെച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രത്യേക രാഷ്ട്രീയമാണ്, BJPക്ക് ഒരു അഡ്ജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അവിടെ വല്ല പൊളിറ്റിക്സും കൃത്യമായ പൊളിറ്റിക്കൽ വോട്ട് ചിലപ്പോൾ നടന്നേക്കാം. എവിടെ കുറയാൻ ഒരു സാധ്യതയില്ല. UDF വോട്ട് കേരളത്തിൽ ഒരു സ്ഥലത്തും കുറയില്ല, വർദ്ധിക്കല്ലാതെ. കുറയുന്നത് ആളുകളെ നമുക്ക് കാണാം. തീർച്ചയായിട്ടും അതൊരു തർക്കമില്ല, അത് പറയാൻ ഒരു മടിയില്ല. എന്താണ് BJP വോട്ട്, അവരുടെ അനുഭവ വോട്ട്, BJP പ്രവർത്തകരുടെ വോട്ട്, ഈ പറയുന്ന ഈ അമ്പല കള്ളന്മാർക്കെതിരെ പിന്നെ ആർക്കവർ വോട്ട് ചെയ്യുക? ആർക്ക് വോട്ട് ചെയ്യും? പിണറായിനെ തോൽപ്പിക്കേണ്ടത്. BJPക്ക് വോട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. പിണറായി സത്തെ തോൽപ്പിക്കണമെങ്കിൽ, ഈ കള്ളവന്മാരെ പിടികൂടണമെങ്കിൽ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് വിശ്വാസികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും തെറ്റ്. അതിനൊരു മാനദണ്ഡമില്ല. ഞാൻ പറയുന്നത് കേരളത്തിലെ മാസ് സൈക്കോളജിയെ കുറിച്ചാണ്. നിങ്ങൾ ആരും കാണാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ പത്രമാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ സർവേ ആളുകളോ പോയിട്ട് ഒരു സാധാരണക്കാരനോടൊരു വോട്ട് എന്താണ് നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങൾ ആരെ പിന്തുണക്കുന്നു ചോദിച്ചാൽ അവർക്ക് കൃത്യമായി ആൻസർ പറയാൻ പറ്റുന്ന ഒരു 5% 10% ആളുകൾക്കാണ്. 90% ആളുകൾക്കും അവരുടെ മനസ്സിലുള്ള യഥാർത്ഥ ഫീലിംഗ് കൺവേ ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഒരുപാട് ബാരിക്കേഡുകളുണ്ട്, ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഈ ആളുകൾ പറയുന്ന, നമ്മൾ ഈ മൈക്ക് കൊടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കപ്പുറം ഇതിന്റെ ഒരു അടിയൊഴുക്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വോട്ട് ചോരുന്നത് ആർക്കെങ്കിലും മണത്തറിയാൻ സാധിക്കുമോ? ആരെങ്കിലും അത് പ്രകടിപ്പിക്കുമോ? അത് എണ്ണുന്ന സമയത്തേ അറിയുള്ളൂ മാഡം. അല്ല, നിഷ്പക്ഷപാതികൾ എന്തായാലും മാറും, അത് നോ ഡൗട്ട്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചും സഖാക്കളെ കുറിച്ചും BJP പ്രവർത്തകരോ അനുഭാവികളോ ആയിട്ടുള്ള വിശ്വാസി സമൂഹത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ 2 വോട്ടും വരാൻ പോകുന്ന UDFന് അനുകൂലമാണ്. അത് നമ്മൾ നോക്കിയാൽ കാണില്ല, ചോദിച്ചാൽ കേൾക്കില്ല, ടോർച്ചടിച്ച് നോക്കിയാൽ കാണാൻ കഴിയില്ല. അത് പോളിംഗ് ബൂത്തിലെ ഒരു പ്രതികരണമായിട്ട് 4-ാം തീയതി നമുക്ക് കാണാൻ സാധിക്കും. അല്ല, അത് ചർച്ച എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, വളരെ വിശാലമായ പാർട്ടിയാണ്. അതില് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ശേഷിയും അതിനുള്ള സംവിധാനങ്ങളൊക്കെ അതിലുണ്ട്. അതിലിപ്പോ ഞാൻ അഭിപ്രായം പറയണ്ടല്ലോ. അത് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ പറയേണ്ടത് അതുമായി ബന്ധപ്പെട്ടവരാ. ഞാൻ എങ്ങനെ അതിന് അഭിപ്രായം പറയാം? അല്ല, ഒരു കാര്യങ്ങൾ സമ്മതിച്ചല്ലോ. കേരളത്തിന് മുഖ്യമന്ത്രി ഉണ്ടാവും നിങ്ങൾ സമ്മതിച്ചല്ലോ. ആ മുഖ്യമന്ത്രി ആവാന് ഒരു 3, 4, 5 ആളുകള് കപ്പാസിറ്റിയില്ല, കോൺഗ്രസിൽ ലീഡർഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചല്ലോ. അതുകൊണ്ടാണല്ലോ ആര് മുഖ്യമന്ത്രിയാവുന്ന ചർച്ച. മറ്റിടത്ത് എന്താ അങ്ങനെ ഒരു ചർച്ചയുണ്ടോ? ജനങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ? പാർട്ടിക്കാർക്ക് പറയാൻ പറ്റുമോ? പോളിറ്റ് ബ്യൂറോക്ക് പറയാൻ പറ്റുമോ? സെക്രട്ടേറിയറ്റിന് പറയാൻ പറ്റുമോ? ഞാൻ തന്നെ മുഖ്യമന്ത്രി ആയിരിക്കല്ലേ. 3500 കോടി റുപ്യാണ് പോസ്റ്റർ വെച്ചത്, ഞാനല്ലാതെ മറ്റാരുണ്ട് കേരളത്തിലൊട്ടാകെ. അതല്ല അപ്പുറത്തെ സ്ഥിതി. ആ ഹോർഡിങ്ങൾ കണ്ടാൽ എപ്പോഴും എടുത്തു മാറ്റിയിട്ടില്ലല്ലോ. 500 ചില്ലാനും കോടി രൂപയാ നമ്മൾ നികുതി കൊടുത്ത പണം ഞാനല്ലാതെ ഇവിടെ ആരാ ഉള്ളതെന്ന് ചോദിക്കാൻ. അങ്ങനെ ഒരു ധിക്കാരിയുടെ മുഖം ഈ കേരളം മുഴുവൻ ജനം കണ്ടതാ. ആ ധിക്കാരത്തിന് വോട്ട് വേറെ ഉണ്ടാവും ഇവിടെ. കോൺഗ്രസ് അതല്ല, അതിന് ശേഷിയുള്ളവരെ കുറിച്ച് അപ്പുറം ഇപ്പുറം ആളുകൾ സംസാരിക്കുന്നു. അതൊരു ജനാധിപത്യ പാർട്ടിയാണ്, അതിനൊരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാവും. എന്നാലും കോൺഗ്രസ് മുഖ്യമന്ത്രിയാകും എന്നില്ലടത്ത് നിങ്ങൾ എല്ലാവരും എത്തിയല്ലോ. ഓ അല്ല, അങ്ങനെ ചേരുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ പൊതു സ്വതന്ത്ര ചിന്താഗതിയുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മളൊരു പൊളിറ്റിക്കൽ എന്താ പറയാ ധാർമ്മിക പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ അതിലേക്ക് നമ്മളോടൊപ്പം നിന്ന ഒരുപാട് ആളുകൾ, ഇനി വരാൻ നിൽക്കുന്ന ആളുകൾ, മറഞ്ഞു നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന ആളുകൾ ഇവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് ഒരു പ്രത്യേക സംവിധാനത്തിലേക്ക് പോകാൻ കഴിയില്ല. ഇതൊരു ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. അതൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യും. നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങളെടുത്താലും ഒന്നും വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നലെ തന്നാ വാങ്ങും ചെയ്യാം. ഓ ഇല്ല, ഒന്നും തീരുമാനമായിട്ടില്ല. ഞാൻ പറഞ്ഞൊരു 10-15 ദിവസത്തെ അണ്ടർ ഡിസ്കഷനിൽ ഉണ്ടാവുന്നുണ്ട്.
ഏതിനാ? അല്ല, സ്ട്രോങ് റൂം തുറക്കുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധക്കുറവൊന്നുമല്ലത്. അത് കൃത്യമായും അതിന്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ ചില സീറ്റുകൾ ജയിപ്പിച്ചു കൊടുക്കാം എന്ന് പിണറായി കരാറെടുത്തത് ഫലപ്രദമാവുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച രാഷ്ട്രീയമാണ്. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് പിണറായി പറഞ്ഞ കരാറ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പെട്ടി മാറ്റിയിട്ടോ മെഷീൻ മാറ്റിയിട്ടോ ഹാക്ക് ചെയ്തിട്ടോ അവരെ ജയിപ്പിക്കാനുള്ള അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളെന്നെ ആലോചിച്ചു, ഇത്രയും ദിവസമായിട്ട് കൃത്യമായ കണക്ക് തരാത്തത് എന്താ? പണ്ട് എഴുതി കൂട്ടിയ കാലത്ത് 24 മണിക്കൂറിനുള്ളിൽ കിട്ടിയത് കടലാസിൽ നമ്മൾ വോട്ട് ചെയ്ത് അത് പെട്ടിയിലിട്ട് ആ പെട്ടി എടുത്ത് അത് തുറന്ന് എണ്ണി കണക്കാക്കി ഈ നാട്ടിലെ മുഴുവൻ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്ക് മൊത്തം എല്ലാ കണക്കും കിട്ടായിരുന്നു. ഈ ഒരു സ്വിച്ച് ഇട്ടാൽ നടക്കുന്ന ഒരു സംവിധാനത്തിൽ ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇതിനൊക്കെ അർത്ഥം? അല്ല, തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടും ഭരണാധികാരികളുടെ ഇടപെടലും ഇതിലുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് ഡയറി മറന്നു വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ഉദ്യോഗസ്ഥന് പോയിട്ട് അല്ലെങ്കിൽ എന്താവട്ടെ അങ്ങനെ പോയി തുറക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. ഇവിടെ ചോദിക്കാനും പറയാനും ആരില്ല. ചോദിക്കാനും പറയാനുള്ള ഒരു ഗവൺമെന്റാണല്ലോ മൗനം ഭജിക്കുന്നതും ഇതിന് പിന്തുണ നൽകുന്നതും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത്. ഇന്ന് വരെ ഒരു CPM-കാരനോ ഒരു മുഖ്യമന്ത്രിയോ ഒരു പാർട്ടി സെക്രട്ടറിക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ കണക്ക് കൊടുക്കാത്തതിൽ ഒരു പരാതിയില്ല. അപ്പൊ എന്താ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്? ആദ്യം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാറുണ്ടായിരുന്ന വ്യക്തികളാണ് ഇതൊക്കെ. ഇവരൊക്കെ സംസാരിക്കാൻ അറിയാത്തവരോ കാഴ്ചപ്പാടില്ലാത്തവരോ അല്ല. അവിടെയാണ് വിഷയം. അപ്പൊ നമ്മൾ സംശയിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും. ഓ ആ, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുകളിൽ ഈ പറയുന്ന സംസ്ഥാന ഗവൺമെന്റിന് നല്ല എന്താ പറയാ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇത് നടക്കുമോ? സംസ്ഥാന ഗവൺമെന്റ് ഇടപെടേണ്ട വിഷയമല്ലേ? ഗവൺമെന്റിന് ഉത്തരവാദിത്തമല്ലേ? ആ ഗവൺമെന്റ് മൗനം ഭജിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മളെന്താ ഇതിന്ന് കൂട്ടി വായിക്കേണ്ടത്? ഇവര് തമ്മിലുള്ള ഒരു നെക്സസ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഇല്ല, വിശ്വസിക്കാൻ കഴിയില്ല. എങ്ങനെയാണെങ്കിൽ അതാണ് അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ല, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഇല്ലല്ല, നമ്മളിപ്പോ ഇവരൊക്കെ കാണുന്നുണ്ട്. നമ്മളെ പഴയ സഖാക്കളാണ്, നമ്മളെ സുഹൃത്തുക്കളാണ്. ഞാൻ ഇന്നലെ സുരേഷിനെ കണ്ടു, നാളെ G സുധാകരനെ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് പയ്യന്നൂർ പോകുന്നു. കാരണം ഇവരെ കാണണല്ലോ. ഞാൻ ഉയർത്തിയ വിഷയം, ഞാൻ 1.25 വർഷം മുമ്പ് ഉയർത്തിയ അതേ വിഷയം തന്നെയാണ് ഇവരൊക്കെ പറഞ്ഞത്. ഇവർക്ക് ഈ ഒരു അവസാന ഘട്ടത്തിലാണ് പുറത്തേക്ക് വരാനുള്ള ശേഷി ഉണ്ടായത്. ഞാൻ എടുത്ത പോലെ റിസ്ക് എടുക്കാൻ കഴിയുന്നവരായിരുന്നില്ല അവര്. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാലും അവസാന ഘട്ടത്തിലെങ്കിലും അവരങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഉയർത്തിയ പിണറായിസത്തെ പിന്തുണച്ചുകൊണ്ട് ഈ അവസാന ഘട്ടത്തിൽ പുറത്തു വന്ന സഖാക്കളാണ്. അവരെ കാണുക, അവർക്ക് ധാർമ്മിക പിന്തുണ കൊടുക്കുക എന്നുള്ളത് എന്റെ ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. ഞാൻ തെരഞ്ഞെടുപ്പിലായതുകൊണ്ട് അന്ന് ഫോൺ വഴിയിലെ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ഒന്നും നടന്നിട്ടില്ല. അപ്പം വ്യക്തിപരമായിട്ടൊന്ന് കാണുക, എന്താ പറയാ, ആ സൗഹൃദം പുതുക്കുക, അത്രേ ഉള്ളൂ. അല്ല, നമ്മളെല്ലാവരും നിങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട്. നമ്മൾ പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ക്ഷണിക്കാലോ. അതിനല്ലേ പുതിയ പാർട്ടി, പുതിയ ആശയം. അപ്പൊ നിങ്ങൾ ഉൾപ്പെടെ അതിലിപ്പോ കുഞ്ഞികൃഷ്ണേട്ടനെയും ഗോവിന്ദ മാഷയൊന്നും മാറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും ക്ഷണിക്കല്ലോ. ഇല്ലല്ല, നമ്മൾ ജനറൽ കാര്യങ്ങളെ സംസാരിച്ചിട്ടുള്ളൂ. അത്തരം കാര്യങ്ങളൊക്കെ UDF-മായിട്ടുള്ള ലീഡർഷിപ്പുമായി നന്നായി സംസാരിച്ച ശേഷമല്ലേ തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. എന്തായിരുന്നാലും ഇവിടെ പിണറായിസത്തെ എതിർത്തുകൊണ്ട് പുറത്തേക്ക് വന്നവർ, ഇനി വരാൻ നിൽക്കുന്നവർ, ഒരുപാട് ഇടതുപക്ഷവാദികളുണ്ട്. അവർക്ക് സേഫായിട്ട് നിൽക്കാവുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇവിടെ ആവശ്യമാണ്. അതുതന്നെയാണ് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാക്കി പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഉൾപ്പെടെയുള്ള കോഴിക്കോട് പ്രദേശത്ത് സ്വാഭാവിക വിഷയം വന്നു. സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് നിയമ നടപടികളുമായി ആലോചനയുണ്ടാവും. അല്ല, സ്വാഭാവികമായിട്ട് അതൊന്ന് UDF ലീഡർഷിപ്പ് കോഴിക്കോട് ഇരിക്കുന്നുണ്ട്. അതിന്റെ ലീഗൽ ആസ്പെക്ട് എന്താണ്, എങ്ങനെയാണ് അതിനെ കോടതിയിൽ സമീപിക്കാൻ പറ്റുക എന്നുള്ള കാര്യം പഠിച്ചതിന് ശേഷം തീരുമാനം എടുക്കാന്ന് പറയും. ഓക്കെ. ഓ,